കവനം സന്ദേശം സുന്ദരം മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ നിന്റെ മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ മനസ്സിൻ മാധവം മിഴിയിൽ പൂക്കവേ മനസ്സിൻ മാധവം മിഴിയിൽ പൂക്കവേ രോമാഞ്ചം മൂടവേ നിന്റെ മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ. എന്റെ നിലമറന്ന് ഞാൻ ചോദിക്കാണെന്തോ എനിക്കറിയില്ല. ഐ റിയലി ഡോണ്ട് നോ. ഞാൻ മാധവി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു സാർ. ഓഫ് കോഴ്സ് അത് അങ്ങേക്ക് എതിർപ്പില്ലെങ്കിൽ മാത്രം മതി. മാധവിയും പൂർണ്ണമായി സമ്മതിക്കുന്നെങ്കിൽ. ഒരേ ഒരു മകൾ വലിയൊരിടത്ത് സുഖമായിരിക്കണമെന്നോർത്ത് സമ്പന്ന കുടുംബത്തിൽ വിവാഹം കഴിച്ചയച്ചു. വിവാഹം നടന്ന 3-ാം ദിവസം ഒരു കോടതി വിധി പ്രകാരം എന്റെ സ്വത്തുക്കൾ മുഴുവൻ അന്യ കൈവശത്തിലായി. ഇതറിഞ്ഞ് വരന്റെ കൂട്ടരുടെ മട്ടുമാറി. ആ വിവാഹം നടന്നേയില്ലെന്ന ഭാവത്തിൽ പെണ്ണിനെ ഇവിടെ വിട്ടിട്ടുപോയി. ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കാല് പിടിച്ച് അപേക്ഷിച്ചു നോക്കി. എന്റെ മോളുടെ ജീവിതം മുളയിലേ നുള്ളിക്കളയരുതെന്ന് കെഞ്ചി പറഞ്ഞു. എന്നാൽ അവർ സ്വത്തിനു വേണ്ടി വാശി പിടിച്ചു നിന്നു. എന്നെങ്കിലും അവരുടെ മനസ്സ് മാറുന്ന നല്ല കാലം വരുമെന്ന് പ്രതീക്ഷിച്ച് മാധവിയുടെ കഴിഞ്ഞുകൂടുകയാണ്.
നമസ്കാരം സാർ. ഹലോ. അവിടെ ഇടൂ. പരിചയമുണ്ടോ എന്നെ? കല്യാണത്തിനില്ലാതെ പോയെങ്കിലും മാരേജ് ആൽബം കണ്ടിട്ടുണ്ട്. പാഴക്കിനാവ് ആർക്കും മനസ്സില്ലാതെ ചെയ്ത് പ്രയാസമുണ്ടാക്കിയ ഒരു ദുഃഖകഥ. ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനതിനനുകൂലിച്ചു, അച്ഛൻ്റെ തൃപ്തിക്ക് വേണ്ടി. അദ്ദേഹം മരിച്ചുപോയി. ഇന്നെനിക്ക് ചെയ്ത തെറ്റ് സമ്മതിച്ച് ക്ഷമാപണം ചെയ്യാൻ പോലും ലജ്ജ തോന്നുന്നില്ല. അതുകൊണ്ടാ വന്നത്. മാധവി, നിന്റെ ജീവിതം സുസ്ഥിരമാക്കാനും നിന്നെ ഭാര്യയെ സ്വീകരിക്കുന്ന നല്ല മനുഷ്യനെ അന്വേഷിച്ച് നിന്റെ വിവാഹം നടത്തി തരാനുമാ വന്നത്. ഞാനിനി വേറെ ശ്രമിക്കേണ്ടല്ലോ. മാധവി, ബാലു ഏതായാലും ഒരു നല്ല മനുഷ്യനാണ്, എനിക്കറിയാം. ഐ നോ. അതെ ബാലു, ഡോക്ടർ അങ്കിൾ നിന്നെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞു. ഐ ആം എക്സ്ട്രീംലി ഹാപ്പി. യു മേക്ക് എൻ ഐഡിയൽ കപ്പിൾ. പ്ലീസ്. താങ്ക് യു. പ്ലീസ് ഹാറ്റ്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഇനിയൊരു സ്ത്രീ വിവാഹം കഴിച്ച് ജീവിക്കുവാനും ആശയില്ല. അതുകൊണ്ട് വ്യാപാര കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ സ്വത്തുക്കൾ ഡിസ്പോസ് ചെയ്ത് സ്ഥിരമായി കനഡയിലേക്ക് പോകുകയാണോ? മനസ്സോടെ രണ്ടുപേരും എന്നെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചാൽ ഐ തിങ്ക് ഐ വിൽ ബി ലക്കി അറ്റ് ലീസ്റ്റ് ദർ. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നാസ്തികയൊന്നുമല്ല. എന്നെ പറ്റിയും വിശ്വാസമുണ്ടല്ലോ. ഇല്ലാതെ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഓക്കേ. എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിന് ഗൗരവം കൊടുക്കണം. ഗോപാൽ സാറിനെ കണ്ടതിന് ശേഷം, അദ്ദേഹം മനം തുറന്ന് പറഞ്ഞത് കേട്ടതിന് ശേഷം, അദ്ദേഹമാണ് യഥാർത്ഥ ദൈവമെന്ന് എനിക്ക് തോന്നുന്നു. ദൈവഭക്തിയുള്ള നിങ്ങൾ ആ ദേവനെ തന്നെ പൂജിക്കണമെന്ന് ഞാൻ പറയേണ്ടതില്ല. നിങ്ങൾ രണ്ടുപേരും ആയുരാരോഗ്യ ഐശ്വര്യങ്ങളോടെ മേലാൽ കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. ശ്രീ ഏകാംബരേശ്വര സ്വാമി പ്രസാദ സിദ്ധിരസ്തു, മനോഭീഷ്ട സിദ്ധിരസ്തു, ദീർഘസുമംഗലീ ഭവ. പ്ലീസ്, ഇനിയും ആലോചിക്കേണ്ട. അവൻ ഉത്തമനും യോഗ്യനുമാണ്. മാധവി സുഖമായിരിക്കും. ഐ സിൻസിയർലി വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ലെറ്റ് ഇറ്റ് ഹാപ്പൻ, സർ. മിസ്റ്റർ ബാലു, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ അയക്കില്ല. അല്ല, ഞാൻ എടുത്തോളാം. ഈ ഫോട്ടോ എനിക്ക് വേണം. ഫ്ലാഷ് ഉണ്ടോ? ഫ്ലാഷ് ഇത് കണ്ട? എക്സ്ക്യൂസ് മീ, ഒരു ഫോട്ടോ അല്ലേ? രണ്ടുപേരും കൂടി. അല്പസ്ഥലം നിങ്ങളുടെ അടുത്ത് എനിക്കും വെച്ചേക്കൂ.
ഹലോ. ആ അത് ഞാനാ. ഹൗസ് നമ്പർ എത്രയാ? ആട്ടെ, നിങ്ങളുടെ ഫ്രണ്ട് ഒരാൾ പറഞ്ഞല്ലോ ഊട്ടിയിലെവിടെയോ ഏതൊരു സ്പെഷ്യലിസ്റ്റ് പ്രകൃതി ചികിത്സ കൊണ്ട് ഇത്തരം കേസുകൾ ട്രീറ്റ് ചെയ്യുന്നെന്ന്. അവരെല്ലാം സമ്പന്നരാണ് സാർ. ഞാൻ വരട്ടെ. എത്ര വലിയ രോഗം വന്നാലും ചികിത്സിക്കാൻ കഴിയും. കടം വാങ്ങി കാലം കഴിക്കുന്ന പാവങ്ങൾക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ നാട്ടുമരുന്ന് കൊണ്ട് തൃപ്തിപ്പെടാനേ വഴിയുള്ളൂ. ഞാനാണ് മാധവി. വരണം. ഐ തിങ്ക് സം ഗസ്റ്റ്. യെസ്, താങ്ക്സ്. വരണം. സുമതി, സുമതി, വരണം, ഇരിക്കണം പ്ലീസ്. മാധവിയാണ്. നമസ്കാരം. നമസ്കാരം. എവിടെയാ അവരുടെ ഭർത്താവ്? ഏറെ വർഷങ്ങളായി നിങ്ങളെ കണ്ടിട്ട്. ബാലുവിനെ കുറിച്ച് കേട്ടതെല്ലാം ശരിയാണോ? എന്ത് കേട്ടു? പലതും ഒക്കെ കേട്ടു. ആരോഗ്യം സംബന്ധിച്ച് പരമദയനീയാവസ്ഥയിലാണെന്ന്. വെറുതെ ഒന്നുമല്ല, ഉള്ളത് തന്നെ കേട്ടത്. അദ്ദേഹം എവിടെയുണ്ട്? എനിക്ക് കാണണം. ഐ വോണ്ട് ടു സീ ഹിം. भवदाज्ञया भवत्कैङ्कर्यरूपं श्रीलक्ष्मीनारायणप्रीत्यर्थं शुभाब्जां शुभे शोभरे मुहूर्त्याद्य ब्रह्मणः द्वितीयपरार्धे एवं गुणविशेषरविशिष्टायां शुभतिथौ गोत्रौ कौण्डिन्यसगोत्रस्य माधवी गोविन्दनामधेयस्य माधवी वेणुगोपाल नामधेयस्य क्षेमस्थैर्या वीर्या विजया अभया आयुः आरोग्य ऐश्वर्याणाम् अभिवृद्ध्यर्थं धर्मादि काममोक्ष चतुर्विध फलपुरुषार्थ सिद्ध्यर्थम् इष्टकाम्यार्थ सिद्ध्यर्थं श्री अलमेल मंगातमेत प्रसन्न वेंकटरमण स्वामी प्रीत्यर्थं श्री अलमेल मंगातमेत प्रसन्न वेंकटरमण स्वामी पूजा करिष्यामः। ओम विश्वस्मै नमः। ओम विष्णवे नमः। ओम वषट्काराय नमः। ओम भूतभौतिक्य भवत्रभवे नमः। ओम भूतकृते नमः। ओम भूतकृते नमः। ദമ്പതികൾ തങ്ങളിൽ കണ്ട ദിവസം അവനൊരു വിശേഷ പുണ്യദിനമാണ്. പതിവായി എത്ര കുടിച്ചാലും എങ്ങനെ നടന്നാലും വർഷത്തിലൊരിക്കൽ ഈ ഒരൊറ്റ ദിവസം മാത്രം പവിത്രമായ ക്ഷേത്രത്തിൽ പോയി ഇരുവരുടെയും പേരിൽ അർച്ചനകൾ നടത്താറുണ്ട്. മാധവി 364 ദിവസം ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയാണ്. എന്താ ഇങ്ങനായി പോയത്? എന്തു പറ്റി? ആ നാട്യകലയ്ക്ക് സ്വയം സമർപ്പിച്ച് ജീവിതത്തെ സാർത്ഥകമാക്കി തീർക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് അവനിൽ എല്ലാ ആശകളും അർപ്പിച്ചിരുന്ന അവന്റെ അമ്മ മരിച്ചു. ആര് തന്റെ പിന്നിലുണ്ടായിരിക്കുന്നത് ബലമാണെന്ന് കരുതിയോ ആ വ്യക്തി നിങ്ങളും അവനെ വിട്ടുപോയി. നിരാശയുടെ പടുകുഴിയിൽ വീണു. ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി നിത്യ കുടിയനായി തീർന്നു. അങ്ങനെ ആ മഹാബാധ ആവേശിച്ച് അവൻ നശിക്കുകയാണ്. നടന്നതെല്ലാം നടന്നുപോയി. ഞാൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. സ്പെഷ്യൽ ഡോക്ടറെ ഏൽപ്പിക്കാം. അദ്ദേഹത്തെ ഭേദപ്പെടുത്താം. വീണ്ടും പഴയ മനുഷ്യനാക്കി എടുക്കാം. വേണ്ട,
അകളങ്ക സൗന്ദര്യത്തിന്റെ മാതൃകയെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന മാധവിയെ ഇങ്ങനെ കണ്ടാൽ അവൻ സഹിക്കില്ല. ഒറ്റയടിക്ക് ഹൃദയം തന്നെ നിന്നുപോകും. അങ്ങനെ തന്നെ വിട്ടേക്കും. അവൻ ആശ്വാസം കൊള്ളുന്ന ആനന്ദത്തിൽ, തളർന്നു വീഴുന്ന മയക്കത്തിൽ മരിക്കാൻ വിടുന്നതാണ് ഭേദം. എങ്ങനെയും അവസാനിക്കട്ടെ. ഇല്ല, അങ്ങനെ നടക്കാൻ പാടില്ല. നിസ്സഹായനായി കാലത്തിന് കർമ്മത്തിനും വിട്ടുകൊടുത്തുകൂടാ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ. എന്താ പറയുന്നത്? അവൻ ഭേദപ്പെടുന്നത് കണ്ട് സന്തോഷിക്കാൻ എനിക്കും ആശയില്ലേ? പറയണം, എന്താ ചെയ്യേണ്ടത്? എന്താ മമ്മി തിരക്കുകൂട്ടി എങ്ങോട്ടാ പോകുന്നത്? ഡോക്ടറുടെ വീട്ടിലേക്ക്. അവിടെ കുറച്ചാൾ പാർത്ത് നീ ഡാൻസ് അഭ്യസിക്കണം. ഇനി പുത്തനായി എന്താ പഠിക്കാനുള്ളത്? ഇത്രയും പ്രോഗ്രാം നടത്തി സമ്മാനങ്ങളും കിട്ടിയിട്ട്. അത് ഞാൻ ചെയ്ത മഴത്തരം. പിച്ച നടക്കാൻ കൂടെ കഴിയാത്തൊരു പൈതൽ പായുന്നു എന്ന് കേട്ട് ഞാൻ വിശ്വസിച്ചു. ഓഹോ, എങ്കിൽ ശരിയായി നടത്തിക്കാൻ കഴിവുള്ള ഗുരുവാരോ അവിടെ താമസിക്കുന്നുണ്ടെന്ന് പറയൂ. ഉണ്ട്. ആരാണോ? ബാലകൃഷ്ണൻ സാർ. വാട്ട്? ആർ യു ജോക്കിംഗ്? നിന്നോട് നിന്നെ കളിതമാശ. എളുപ്പാട്ടെ, നേരമായി. നോ, എന്നെ കുറിച്ച് ഇത്ര ചീത്തയായി എഴുതിയതിനു ശേഷം ഞാൻ അയാളുടെ അടുത്ത്. ശൈലു, ബാലകൃഷ്ണൻ സാർ നിന്റെ ഗുരുവാണ്. ഞാൻ അയാളുടെ അടുത്ത് നൃത്തം അഭ്യസിക്കുന്നു. യഥാർത്ഥമായ കല എപ്പോഴോ ചത്തുപോയി. ഇനി ആർക്കോ പഠിക്കണമെന്ന് ഞാൻ പഠിപ്പിക്കണം. ഇല്ല, സാധ്യമല്ല. നടക്കണം, നടന്നേ തീരണം. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. ഒരു പ്രാവശ്യം എന്നെ കൊണ്ട് ഇങ്ങനെ വേണ്ടാത്ത പണി ചെയ്യിച്ചു. 50 രൂപയ്ക്ക് വേണ്ടി ഒരു പെണ്ണിന്റെ നൃത്ത പ്രകടനത്തെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. എന്തായി? ഇപ്പൊ വീണ്ടും വേറൊരു വേണ്ടാത്ത പണിയോ? വേണ്ട. നിനക്ക് ബുദ്ധിയില്ലെങ്കിൽ എനിക്കെങ്കിലും ബുദ്ധി വേണം. ഞാൻ തിരിച്ചു പോയാണ്. വണ്ടി തിരിക്കാൻ പറ. സ്റ്റോപ്പ് ദ ട്രെയിൻ. ഹോൾഡ് ഓൺ. മാസ്റ്റർ എവിടെ? മാസ്റ്റർ വേണ്ട സാർ. വലിക്കടാ, വലി. നമുക്ക് സന്താനമില്ലെന്ന് വരികിലെന്താ? ബാല്യവിലെ നമുക്ക് മകനായി എന്ന് ആശ്വസിച്ചിരുന്നു ഇവൾ. ചേട്ടത്തിയല്ല, അമ്മ കഴിഞ്ഞുള്ള അമ്മയാണെന്ന് പറഞ്ഞിരുന്നു നീ. ചങ്ങല വലിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ പറയുന്നു. പോകാം. ചത്തുപോകാൻ നേരത്ത് മരുന്ന് കൂടെ വാങ്ങി തന്നില്ലെന്ന് തിരികെ വീട്ടിൽ ചെന്ന് ആക്ഷേപിച്ചോട്ടെ. അതല്ലടാ രഘു, ഞാൻ ആരെയും പഠിപ്പിക്കില്ല. എനിക്ക് മനസ്സ് വരില്ല. വേണ്ടടാ, നിനക്ക് ഇഷ്ടമില്ലാത്ത പണി നീ ചെയ്യരുത്. എന്തോ ഞാൻ ആഗ്രഹിച്ചു പോയി. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയില്ല. അവർ നിനക്ക് നല്ല ശമ്പളവും വീടും തരാൻ തയ്യാറാണ്. ആ പണം കൊണ്ട് നിന്റെ ചേട്ടത്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം. പിന്നെല്ലാം ഭഗവാൻ നോക്കിക്കോളുമെന്ന് വിചാരിച്ചിരുന്നു. പോകട്ടടാ. 4 ആണ്ടിനകം മരിക്കട്ടെ. 4 ദിവസം കൊണ്ട് മരിച്ചോളും. അത്ര തന്നെ. നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാടി. എടാ, സാമാൻ എടുത്തോ. ഏതോ സ്റ്റേഷനിൽ വരുന്നുണ്ട്. ട്രെയിനിൽ വീട്ടിലേക്ക് പോകാം. എന്താടാ? എന്തിനാടാ കോപിക്കുന്നത്? ഇരിക്ക്, അടങ്ങിയിരിക്കും. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം സാർ. ബാലുവിനെ നിങ്ങൾക്കറിയാമോ? രാമപട്ടാഭിഷേകം ഫോട്ടോ കാണിച്ചാൽ ശ്രീരാമചന്ദ്രനെ മനസ്സിലായില്ലേ സാർ? നമസ്കാരം സാർ. അമ്മച്ചി വരുന്നുണ്ട് സാർ. അവിടെ നിന്ന് ഇരിക്കും സാർ. ശൈലു, ഇതെല്ലാം ആർക്കാണ്? മാസ്റ്റർ കൊടുത്ത് നമസ്കരിച്ച് ആശീർവാദം വാങ്ങിക്കും. ശരി ശരി. വാ മോളെ. എന്ത് സമ്പ്രദായമാണെന്ന് കൂടി അറിയില്ലേ നിങ്ങൾക്ക്? ഇത് ഭരതനാട്യമാണ്. എത്ര നിലമായി നിൽക്കുന്നു. അനുഗ്രഹിക്കൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാൻ ഹോസ്പിറ്റലിൽ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ഉടനെ അഡ്മിറ്റ് ചെയ്തോളൂ. ഞാൻ വന്ന് ഐ വിൽ ടേക്ക് ഓൾ ദ റെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ബാലു, അദ്ദേഹത്തെ അറിയില്ലേ? ഡോക്ടർ മൂർത്തിയാണ് ഹോസ്പിറ്റൽ ഇൻചാർജ്. I know him. ബാലു, വരട്ടെടാ. രാഹുകാലത്തിനുള്ളിൽ നിന്റെ ചേട്ടത്തെ അഡ്മിറ്റ് ചെയ്യട്ടെ. വരട്ടെ. അങ്കിൾ, എനിക്ക് എഴുന്നേൽക്കാമോ? എഴുന്നേറ്റ് പഠിക്കാൻ ഒരുങ്ങിക്കോളൂ. മാസ്റ്റർ സാറിന്റെ വസ്ത്രങ്ങൾ ബാക്കി ഇത് ഔട്ട് ഹൗസ് വെച്ചേക്കും മോളെ. കാണും ബാലു, കമാൺ.
ശിവ, എന്താ അമ്മേ? എല്ലാം ശരിയാണല്ലോ അല്ലേ? ബാത്റൂമിൽ ഹീറ്റർ ഇല്ലേ? അമ്മേ, ഇതാ സാമാനം വാങ്ങിയിട്ട് ബാക്കി ചില്ലറ പൈസ വെച്ചോളൂ. ആവട്ടെ. വീട് മാറ്റിയാലും ഡോക്ടർ മാറ്റിയാലും എന്റെ ആരോഗ്യം മെച്ചപ്പെടാൻ പോകുന്നില്ല. നിന്റെ കാര്യത്തിൽ എന്തായാലും ബാലുവിന്റെ ആരോഗ്യം മെച്ചപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്ത് പറയുന്നു ചേട്ടത്തിയമ്മ? മാധവി പറഞ്ഞിരുന്നില്ലേ സ്പെഷ്യൽ റൂം ഏർപ്പാട് ചെയ്യണമെന്ന്? വലിയ പുണ്യമായി. രോഗി എന്ന പേരിൽ അവൾക്കും ഭർത്താവെന്ന നിലയിൽ എനിക്കും രാജയോഗം അനുഭവിക്കാനൊരു വഴിയായി. ചേച്ചേ, എന്തുവാ പറയുന്നത്? അവർക്കുടനെ സുഖമാവണം, അതാണ് എന്റെ പ്രാർത്ഥന. കൊച്ചമ്മേ, ഇത് റൂമിൽ വെക്കൂ. ഡോക്ടർ മൂർത്തിയങ്കിൾ വരുന്നുണ്ട്. അതിനുള്ളിൽ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനോട് സംസാരിക്കട്ടെ. ശിവൻ സാർ. ശിവ സാർ, സഞ്ചിയില് സിഗരറ്റ് പാക്കറ്റ് ഉണ്ടാവും, എടുക്ക്. വല്ലാത്തൊരു ദുർഗന്ധം സാർ. സഞ്ചി കഴുകിയെടുക്കാൻ വച്ചിരിക്കുക. അപ്പൊ സിഗരറ്റ് അതിലെ ഒരു തൂവാല മാത്രമേ ഉള്ളൂ സാർ. അത് കീറിപ്പോയതുകൊണ്ട് ഞാനിങ്ങെടുത്തു സാർ. നശിപ്പിച്ചല്ലോ. നിറഞ്ഞ സന്ധിയാണ് സാർ. ഇങ്ങനെ പറയുന്നത് നല്ലതല്ല, തെറ്റാണ് സാർ. ഇത് ബാട്ടിലുണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ട് സാർ. അതെങ്കിലും സൂക്ഷിച്ചു വെച്ചല്ലേ. എടുക്ക 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 എടുക്ക. ഇത് ടാറ്റയുടെയാണ് സാർ. ഒരു കുപ്പി വാങ്ങിയാൽ ഒരു ചീപ്പ് ഇനാം സാർ. എന്നെ തല്ലിക്കൂറ്. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എവിടെയോ മറന്നു വെച്ചിട്ടുണ്ടാകും. ഇവിടെ രത്നം കിട്ടിയാലും അമ്മച്ചിക്കറിയാം സാർ. തരിമണൽ പോയാലും അമ്മച്ചിക്കറിയാം സാർ. ശിവൻ സാർ. ശരി, ആയിക്കോട്ടെ. ഇത് കുളിറുള്ള സ്ഥലമല്ലേ? ഇത്ര തണുക്കുന്ന സ്ഥലത്ത് വലിയ മനുഷ്യരെല്ലാം തീർത്ഥം വാങ്ങി കഴിക്കാറില്ലേ? ഉണ്ട് സാർ. അത് എവിടെ കിട്ടുന്ന അറിയാം? അറിയാം സാർ. അവിടെ വെറും തീർത്ഥം മാത്രമല്ല സാർ, തീർത്ഥവും വെള്ള നിവേദ്യവും ശിവക്ഷേത്രത്തിലുണ്ട്. തീർത്ഥവും പാൽപായസവും വൈഷ്ണവ ക്ഷേത്രത്തിലും കിട്ടും സാർ. സാർ സാർ, ഈ കുളിരുന്ന സമയത്ത് എവിടെയും പുറത്തു വിടരുതെന്ന് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. പോകരുത് സാർ, പോകരുത് സാർ. വേണ്ട സാർ, വേണ്ട സാർ. സത്യത്തിൽ എന്റെ ചേട്ടത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാണ്. എങ്ങനെ ഉണ്ടോ എന്തോ. അങ്ങനെയാ? എങ്കിൽ പോകണം സാർ. ക്ഷേമത്തോടെ പോയി ലാഭത്തോടെ വരണം. വേണ്ട സാർ, ചേട്ടത്തിക്ക് പഴം വാങ്ങിക്കൊടുക്കൂ സാർ. നിൽക്കട്ടെ. നമസ്കാരം അമ്മേ. നമസ്കാരം അമ്മേ. ഡ്രൈവർ, കാർ ഷെഡിലിട്ടേക്കൂ. എന്താ ശിവ, മോള് പാഠം നോക്കിക്കൊണ്ടിരിക്കുക? പാടക്കാരി മറിഞ്ഞുവിടും. ഏതോ പയ്യൻ വന്നിട്ട് പുറത്തു പോയിരിക്കുകയാണ്. പയ്യനോ? അതെ അമ്മേ, കിഷോർ സാറാണമ്മേ. പിന്നെ മാസ്റ്റർ അവിടെ എന്ത് ചെയ്യുന്നു? അദ്ദേഹവും വെളിയിൽ പോയിരിക്കുകയാണമ്മേ. എങ്ങോട്ടും വെളി വിടരുത്, എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞതല്ലേ? പറഞ്ഞമ്മേ. എന്നിട്ടും തീർത്ഥം തീർത്ഥമെന്നാ ജപം. കാര്യം മനസ്സിലായില്ലമ്മേ. പാവം വന്നിട്ടൊന്നും കഴിച്ചത് കൂടി ഇല്ലമ്മേ. ചേടത്തിയെ കാണാനായി ആശുപത്രി പോയതാണ്. ഹോസ്പിറ്റലിലേക്ക് പോണെന്ന് പറഞ്ഞോ? ഊവമ്മേ. ശിവ,
കൈലക്കുഞ്ഞാണോ മാസ്റ്റർ? ഇപ്പൊ കൊണ്ടുവരുന്നാണോ മാസ്റ്റർ? എന്തിനാ മാസ്റ്റർ? ഇപ്പൊ പഠിപ്പിക്കുന്നോ മാസ്റ്റർ? മാസ്റ്റർ തക്കിട്ട തഥിമി തന്താന ഹൃദയലയന ജതികൾ കോർത്തതില്ലാന തക്കിട്ട തഥിമി തന്താന ഹൃദയലയന ജതികൾ കോർത്തതില്ലാന ഇടയുമെൻ ചുവടുകളെങ്കിലും താളങ്ങൾ ഇടറില്ല പതറില്ല പഴകിയ രാഗങ്ങൾ ഇടയുമെൻ ചുവടുകളെങ്കിലും താളങ്ങൾ ഇടറില്ല പതറില്ല പഴകിയ രാഗങ്ങൾ ശ്രുതിയും ലയവും ഒന്നു കലർന്നു തക്കിട്ട തഥിമി തന്താന ഹൃദയലയന ജതികൾ കോർത്തതില്ലാന തക്കിട്ട തഥിമി തന്താന ഹൃദയലയന ജതികൾ കോർത്തതില്ലാന നയിക്കും രസതൻ നടനം ആരറിഞ്ഞതിന്റെ തുടക്കം നീ അറിയുകില്ലയൊടുക്കം മനുജവാഴ്വു മണ്ണിൽ വിധി നയിക്കും രസതൻ നടനം ആരറിഞ്ഞതിന്റെ തുടക്കം നീ അറിയുകില്ലയൊടുക്കം അറിയൂ മനസ്സേ നീയൊരു നുരയി കടലിൽ അറിഞ്ഞും വീണ്ടും ആശകൾ വളർത്തി വെറുതെ അറിയൂ മനസ്സേ നീയൊരു നുരയി കടലിൽ അറിഞ്ഞും വീണ്ടും ആശകൾ വളർത്തി വെറുതെ ഏത് സ്വരവും ഇടറിയില്ല ആരും ചെയ്ത കുറ്റമല്ല കാലം കോർത്തു തന്നത് ശ്രുഹാരം തക്കിട്ട തഥിമി തന്താന ഹൃദയലയന ജതികൾ കോർത്തതില്ലാന ഇടയുമെൻ ചുവടുകളെങ്കിലും തരികിടതോം ഇടറില്ല പതറില്ല പഴകിയ ശ്രുതിയും ലയവും ഒന്നു കലർന്നു തക്കിട്ട തഥിമി തന്താന ഹൃദയലയന ജതികൾ കോർത്തതില്ലാന നൃത്തശാല ഇരുളിലായി ജീവതാളമകലയായി ആദി വഴിയിൽ തിരിഞ്ഞു ഞാൻ ഭാരം താങ്ങിയലഞ്ഞു നൃത്തശാല ഇരുളിലായി ജീവതാളമകലയായി തകരുമെൻ ഹൃദയം താഴ്വരയായി ഉയരനി ജ്വലിക്കും താരകയായി തകരുമെൻ ഹൃദയം താഴ്വരയായി ഉയരനി ജ്വലിക്കും താരകയായി യാനപാത്രമുടഞ്ഞു പോയ യാത്രി ഞാൻ നിന്നോർമ്മകളെ വലിച്ചിടുന്നു സഖിയുന്നു
കിണറ്റ് വെക്കൽ, കാല് തെറ്റിയാൽ തല കറങ്ങാൻ. എനിക്ക് അത്ര വേഗം ചാകാനുള്ള യോഗമുണ്ടെങ്കിൽ ഇത്രയും നാൾ ഞാൻ ജീവിച്ചിരിക്കൂ. നിന്നെങ്ങനെ പാർവതി ദേവിയെ പോലെ കണ്ടുമുട്ടും. അതുപോട്ടെ, നീ എന്താ ഇവിടെ? ശൈലജ ആരെന്നറിയോ? ശൈലജ, is it? അതെങ്ങനെ എങ്ങനെ അവളെ മനസ്സിലാക്കാൻ? ഞാൻ അങ്ങനെ ഒന്നും. അതന്നെ, അച്ഛനെ പോലെ മോളും അമ്മയെ പോലെ മോനും ഉണ്ടാവുന്ന സുഹൃതമാണ്. ശൈലജ ശരിക്ക് അച്ഛൻ തന്നെ, അച്ഛനെ പോലെയല്ലേ? അവൾ സുഹൃതവതി ആയതുകൊണ്ടാണ് അവിടുത്തെ ശിഷ്യയായത്. എന്നാൽ ഗുരുവിന് ഇനി ദയ തോന്നിട്ടില്ല. അത് മാധവി, അതെ അതെ. എന്നിട്ട് ഭൂതങ്ങളുടെ നൃത്തം വന്ന് അതിന് ബിരുദം നൽകി അല്ലേ? അവൾ എന്ത് ചെയ്യും പാവം? കൊച്ചുപെണ്ണ് എങ്ങനെ അഭിഷേചിച്ചോ അങ്ങനെ ചെയ്യുന്നു. ഞാനാണ് ഭ്രാന്തൻ. ബാക്കിയെല്ലാം നന്നായി ചെയ്തിരുന്നില്ലേ? നീ വന്നില്ല, വളരെ നന്നായി ചെയ്തു. ആ മുദ്ര പെർഫെക്റ്റ്. എവിടെയോ എന്തോ ഒരു ചെറിയ തെറ്റ് ചെയ്തതിന് ഇത്ര ചീത്തയായി ഞാൻ ഫൂൾ എഴുതണ്ടായിരുന്നോ? ഉള്ളതുള്ള തരത്തിലെഴുതി. അതിൽ കുഴപ്പമെന്താ? കുഴപ്പമില്ലെന്ന അവധി കൊണ്ടാണ് അന്ന് ശൈലജയോട് ക്ഷമാപണം ചോദിക്കാൻ പറഞ്ഞപ്പോ ചോദിക്കാതിരുന്നത്. ഇപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ ക്ഷമ ചോദിക്കാൻ മടിക്കുന്നില്ല. ചെറിയ പെണ്ണ്, അതിനോടാ? നിന്നോടും നിന്റെ ഭർത്താവിനോടും. അദ്ദേഹം ഓ, അവിടെ തന്നെ ഉണ്ടല്ലേ? അവിടെ. എപ്പോ തിരിച്ചു വരും? വരില്ല, ഞാൻ അങ്ങോട്ട് പോവാണ്. ശൈലജ ഇവിടെ വിട്ടിട്ട്. അങ്ങനെ പോകാൻ വിടില്ല ഞാൻ തന്നെ അവിടെ പോയി അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ശൈലജയെ കൊണ്ട് നൃത്തം ചെയ്യിച്ച് ആ നടരാജനെ കൊണ്ട് ആശീർവാദം കൊടുപ്പിച്ച് അപ്പോൾ നിങ്ങൾ ദമ്പതികൾ കണ്ടു നിൽക്ക്. ഞാൻ പഠിപ്പിച്ച പാഠത്തിനും എനിക്ക് തന്ന ശമ്പളത്തിനും കണക്ക് തീർത്ത് എടോ ഇനി നിങ്ങൾക്ക് പോവാം എന്ന് നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ തന്നെ പോകേണ്ടി വരും. എന്ത് കണക്കാണ് നോക്കാൻ പോകുന്നത്? നിങ്ങൾ എത്ര വർണ്ണങ്ങളും കൃതികളും പഠിപ്പിച്ചെന്ന് നോക്കാൻ പോകുന്നു? എത്ര ബ്രാൻഡിയും ബിസ്കിയും കഴിച്ചെന്ന് നോക്കാൻ പോകുന്നു? നിങ്ങളുടെ ദേഹത്തിലെ എത്ര നാടികൾ കെട്ടുപോയെന്ന് നോക്കാൻ പോകുന്നു? നിങ്ങളുടെ എത്ര... ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി, എങ്ങനെ ഇതൊക്കെ ശീലിച്ചു? ഇതെല്ലാം ഒന്നും ചോദിക്കില്ല പ്ലീസ്. എത്രയും നാൾ ഞാൻ ആ ദൈവത്തെ മറന്നിരുന്നു. സാധനയും സംഗീതവും വിട്ട് ഭ്രാന്ത് പിടിച്ച് തിരികെയായിരുന്നു. എന്ന് നീ ദേവതയായി പ്രത്യക്ഷപ്പെട്ട് ആ ദൈവത്തെ ഓർക്കാൻ സഹായിച്ചു. താങ്ക് യു. ആ ദൈവപാദങ്ങൾ സാക്ഷിയായി പറയുന്നു, ആ മദ്യവനായ ബാലു ഇനി ഇല്ല, മറിച്ചുപോയി. ശിവ, എന്താ മോളെ? ഊണ് റെഡിയാണ് മോളെ, വിളമ്പി വെക്കട്ടെ? അതല്ല ശരി. അമ്മ എവിടെ? ഇവിടെ കാണുന്നില്ല. ഔട്ട് ഹൗസിലുണ്ടായിരിക്കും. ഔട്ട് ഹൗസോ? ബാലു മാസ്റ്റർ കുടിച്ചിട്ടല്ലേ വരുന്നത്? അയാൾ കുടിച്ച അമ്മയ്ക്ക് എന്താ? മാസ്റ്റർ സാറല്ലേ മോളെ? മഴയത്ത് നനഞ്ഞ് മുറ്റത്ത് വീണ് കിടന്ന ചത്തുപോകത്തില്ലേ മോളെ? അമ്മച്ചിക്ക് എന്ത് സങ്കടമായിരുന്നു പറയാൻ മേല. വിളമ്പി വെക്കട്ടെ മോളെ? ആവശ്യമില്ല, എനിക്ക് വിശക്കുമ്പോ വിളിക്കാം. ആകട്ടെ മോളെ. നമസ്കാരം ചേട്ടത്തെ. ആഹാ, ഇവിടെ വന്ന തൊട്ട് എല്ലാരും ഭേദപ്പെട്ടല്ലോ. നിങ്ങളുടെ ആരോഗ്യം നന്നായുണ്ട്. ഈ ഒരു ഫൂല് മാത്രം ഗുണപ്പെട്ടില്ല. എന്താടാ? എന്താ ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ.
ഡേ പതുക്കെ പതുക്കെ. നോക്ക്, മണമൊന്നുമില്ലല്ലോ. ഉണ്ടാവില്ല. നാടി നോർമൽ ആയിരിക്കുന്നു. അങ്ങനെ തന്നെ ഉണ്ടാവും. ഹാർട്ട് ചിലങ്ക വീണ്ടും എടുത്തോ? എടുത്തു, ഇനി താഴെ വയ്ക്കില്ല. എന്താടാ ഒറ്റയടിക്ക് ഇങ്ങനെ ദൈവത്തെ പോലെ ആയിപ്പോയല്ലോ? ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ്. എടാ, ശൈലജ മാധവിയുടെ കുട്ടിയാണടാ. അതെയോ? ആ, ഇന്നലെ ഞാനും മാധവിയും തമ്മിൽ കണ്ടു. അവൾ പറഞ്ഞു. മാധവിയെ പോയി കണ്ടോ? ആ, അതൊരു വലിയ തമാശയാണ്. നീ ദേഷ്യപ്പെടാൻ പാടില്ല. തനി പട്ടയായിരുന്നു, കുറച്ചുകൂടി പോയി. കാല് കിണറ്റിന്റെ മുകളിൽ. കിണറ്റിന്മേലോ? ആ, കിണറ്റിന് നടുക്ക് പൈപ്പ് ഉണ്ടാവില്ലേ, അതിൽ കാലും ഉടലെ ആകാശത്തിൽ നിൽക്കും പോലെ ഉണ്ട്. ഇനി ഒരു ക്ഷണത്തിൽ കിണറ്റ് വീണ് മരിക്കുന്നതാണ്. ഇങ്ങനെ തന്നെ എന്റെ കൈ പിടിച്ച് മുകളിലേക്ക് വലിച്ചു. തിരിഞ്ഞു നോക്കി, മാധവിയാണിടാ, മാധവി. മരുന്ന് കൂടിയിട്ട് മയക്കത്തിലല്ലായിരുന്നോ? മാധവി എങ്ങനെ കണ്ണിൽ പെട്ടു? എങ്ങനെ അവരെ മനസ്സിലായി? ഈ കണ്ണല്ലടാ കണ്ടുപിടിച്ചത്, മനസ്സ്. വയസ്സ് കുറച്ച് കൂടിപ്പോയാലും നിത്യകന്യകയായ പാർവതി ദേവി പോലെ ഉണ്ടാടാ. ഡോക്ടർ വന്നു. ഹലോ ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് ന്യൂസ് പറയട്ടെ? അവിടെ നിന്ന് പറയുന്നോ ഞാൻ പറയണോ? നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് കേട്ടാട്ടെ. രഘു, വരാൻ പോണ നമ്മുടെ ഹോസ്പിറ്റൽ സുവർണ ജൂബിലി സംബന്ധിച്ച് മാധവി 5 ലക്ഷം രൂപ ഡൊനേഷൻ തന്നിരിക്കുന്നു. ഗ്രേറ്റ്, ഇറ്റ് ഇസ് റിയലി ഗ്രേറ്റ്. എന്നാ ഒരു പണി ചെയ്യൂ. എന്താ? ഈ ഫംഗ്ഷനിൽ നമ്മുടെ ശൈലജയുടെ ഡാൻസ് പ്രോഗ്രാം കൂടി ഏർപ്പാട് ചെയ്യും. ബാലു, അതെ, റയർ ഐറ്റം. നോക്കിക്കോ എങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന്. ഡോക്ടർ, ഈ ശൈലജയിൽ ആ പഴയ ബാലകൃഷ്ണനെ കാണാം. നിങ്ങളെ ടിക്കറ്റ് അടിച്ചോളേ. അനൗൺസ് ഇറ്റ്. ഓക്കെ. ഡോക്ടർ. ഗുഡ് ഡേ ഡോക്ടർ. ഗുഡ് ഡേ. ബാലു മാധവിയെ കണ്ടെന്ന് പറഞ്ഞോ? രഘു, നടന്നെല്ലാം എന്നോട് മാധവി പറഞ്ഞു. ആ സമയത്ത് ധൈര്യം അവർ ചെയ്ത് കറക്റ്റ്. റൈറ്റിംഗ്, റിയലി റൈറ്റിംഗ്. ഡോക്ടർ, നമ്മുടെ വക ഈസി 1 lakh കളക്ഷൻ. താങ്ക് യു. 2-3 ദിവസം ഇവിടെ കാണുമല്ലേ? ഓക്കെ ശൈലു, ഞാൻ വരട്ടെ? അതുപോലെ കുറച്ച് കാപ്പി കഴിച്ചിട്ട് പോയിക്കോളൂ. ശൈലു, ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ വരാം. Come on, don't be silly. എന്തിനാ പേടിക്കുന്നത്? മാധവി, അവന്റെ അടുത്ത് നല്ല ഓർക്കസ്ട്ര ഉണ്ട്.